ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു ചമ്മന്തിപ്പൊടിയായിട്ടാണ്. ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറിയൊന്നും വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് അപ്പം, ദോശ, ഇഡ്ഡലി ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം, കരിയാതെ വറക്കണം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഴുകി വെച്ച ഉണക്കി വെച്ച ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഴുകാത്തതാണെങ്കിൽ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി എടുക്കാം. ഞാൻ ഉണക്കലരിയാണ് എടുത്തത്. അത് ഓരോന്ന് പൊട്ടുന്ന സമയത്ത് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി 1/4 കപ്പ് നിലക്കടല ഒന്ന് വറുത്തെടുക്കണം. നിലക്കടല അത് എല്ലാം വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം, കരിയാണ്ട് വറുക്കണം. നിലക്കടല മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 6 വറ്റൽമുളക് ഇട്ടൊന്ന് വറ്റൽമുളക് ഒന്ന് മൂത്ത ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. വറ്റൽമുളക് ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി. ആദ്യം വറ്റൽമുളക് ഒന്ന് നല്ലപോലെ വറുത്തെടുത്ത ശേഷം ഒരു പിടി കറിവേപ്പില മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കളറ് മാറാതെ വറുത്തെടുക്കണം. ഇതുപോലെ പച്ച കളറോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. കളറ് മാറിക്കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി കയ്പ്പ് രസം വരും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ, കട്ടക്കായാണ് ഉള്ളതെങ്കിൽ ഈ സമയത്ത് തന്നെ കായം ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ പൊട്ടിയ ശേഷം ഒരു നുള്ളു ഉലുവ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഉലുവ കൂടിപ്പോയാൽ ചമ്മന്തിപ്പൊടി കയ്പ്പ് ഉണ്ടാവും. 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇനി ഇതെല്ലാം ഒന്ന് തണുത്ത് വരണം. വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സി ജാറിലിട്ടിട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിക്കാൻ പാടില്ല. ഇതൊരു പ്രാവശ്യം തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടി ഈ ചമ്മന്തിപ്പൊടി കഴിക്കാൻ പറ്റും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നിങ്ങൾ നോക്കി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എരിവും ഉപ്പൊക്കെ നോക്കി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഇനി പുളിയും എല്ലാം പാകത്തിനുണ്ട്. നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടിയാണ്. ഇനി ഒരു ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മാവ് കോരി ഒഴിച്ച് മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കാം. നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ച് ചമ്മന്തിപ്പൊടി വിതറി കൊടുത്ത് നല്ല രുചിയുള്ള ദോശ റെഡിയായി. ചമ്മന്തിപ്പൊടി കൂട്ടി ഇതുപോലെ ചമ്മന്തിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ദോശ കഴിക്കാൻ. ഇനി ദോശക്കല്ലിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് അതിന് മുകളിലായി കുറച്ച് ക്യാപ്സിക്കം, ചുവന്ന ക്യാപ്സിക്കും പച്ച ക്യാപ്സിക്കും സവാളയും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ ഇതിന് മുകളിലായി പതറി കൊടുക്കണം. കുറച്ച് നെയ്യും മുകളിലായി നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ചമ്മന്തിപ്പൊടി ഇട്ടാൽ നമ്മുടെ സൂപ്പർ ഊത്തപ്പം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ദോശ മുക്കി കഴിക്കാനാണെങ്കിൽ പൊടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
പൊടി തണുത്ത ശേഷം നല്ല ഭരണിയിൽ അടച്ച് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.